ധനഹ 2-ാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മുന്തിരിച്ചെടിയും ശാഖകളും. തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനമായ ഇസ്രായേലിനെ തന്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടമായി പഴയ നിയമത്തിൽ പലയിടത്തും നാം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എന്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ. തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. പിന്നെ എങ്ങനെ നീ ദുഷിച്ച മുന്തിരിയായി തീർന്നു? ഞാൻ മലിനമല്ല, ബാലികന്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? എന്നിട്ടും ആ ജനതയെ നയിക്കാൻ ദൈവം നിശ്ചയിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാനത്ത് അവൻ തന്റെ പുത്രനെ തന്നെ നയിച്ചു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അവനോട് ചേർന്ന് നിൽക്കുന്നവർ ധാരാളം ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അവനിൽ വസിക്കാത്തവരെ മുറിച്ച് ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും അവ ശേഖരിച്ച് തീയിട്ട് കത്തിച്ചു കളയുകയും ചെയ്യും. ഓരോ ഫലമിട്ടതിനു ശേഷവും സമയാസമയങ്ങളിൽ അല്പം വേദനാജനകമായിരുന്നെങ്കിലും വെട്ടിയൊരുക്കപ്പെടുന്നില്ലെങ്കിൽ അവയുടെ വളർച്ച മുരടിച്ച് ഫലം ചൂടാത്ത കാട്ടുമുന്തിരിയായി മാറും. അങ്ങനെ വെട്ടിയൊരുക്കപ്പെട്ട ഓരോരുത്തരും വിശുദ്ധ അൽഫോൻസാമയെപ്പോലെ കാലപ്പഴക്കത്തിൽ ഫലം ചൂടിയ നിൽക്കുന്നവരാകും. എന്നാൽ അത് ഭൂരിപക്ഷവും നാമമാത്രം വിശ്വാസികളുടെ വെറും കാട്ടുമുന്തിരിത്തോട്ടമായി നാം അധഃപതിച്ചുകൊണ്ടിരിക്കുന്നു.